കഴിയാതെ ഇത് കഴിയാതെ പോകുക ഇത് കഴിയാതെ നീ പോകത്തില്ല ഇവിടുന്ന്. നിനക്ക് മറ്റേ ബൈക്കിങ്ങിനുള്ള പിള്ളേർ തന്നെ കാലിയെ ചവിട്ടി ഇത് കഴിയാതെ നീ പോകത്തില്ല. ഞാനാ ഇവിടെ പറയുന്നത്. മനുഷ്യന്റെ സുരക്ഷയ്ക്കായിട്ട് സ്വയം പഠിച്ചു വെക്കേണ്ട ഒരു ആയോധന കലയാണ് കളരി. ഈ കളരി ഒരു കോമ്പറ്റീഷനായിട്ടും നടക്കുന്നുണ്ട്. ആലപ്പുഴയുടെ മണ്ണിൽ കളരി കോമ്പറ്റീഷനിൽ അർഹതപ്പെടാത്തവർ കളരി പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയിരിക്കും. മഹത്തരമായ കളരി എന്ന ആയോധന കലയിൽ തികഞ്ഞ അക്രമവാസനയുള്ള സംഘിക്കുട്ടന്മാർ കയറിയിരിക്കുന്നു. നമുക്കൊരു വീഡിയോ കാണാം. പോകത്തില്ല, ഇത് കഴിയാതെ എന്നെ വിടത്തില്ല. സംഘി ചാണകം പറയണ വിടത്തില്ല. കാലി ചവിട്ടി കൊടുക്കും പന്നിന്ന്. ആരോടാ പറയുന്നത്? ഇവന്റെ അപ്പനോട് ഇത് തന്നെയാണ് പറയുന്നത്. അതിവിടെ ജഡ്ജസിനോടും അത് തന്നെയാണ് ഇവന്റെ ഭാഷ്യം. കണ്ടു നോക്കാം. ഇത് കഴിയാതെ നീ പോകത്തില്ല. ഞാനാ ഇവിടെ പറയുന്നത്. ആരാണെന്ന് പറയാൻ ഇത് കഴിയാതെ പോകത്തില്ല. നിന്റെ പ്രോപ്പറായിട്ടുള്ള മാർക്ക് വരാതെ നീ അല്ലേ നിന്റെ കൂടെ ഒരുത്തനും ഇവിടുന്ന് പോകത്തില്ല. അതിപ്പോ ആരൊക്കെ ഇവിടെ ഒരു സംഗണിക്കുട്ടി അവിടെ കിടന്ന് പിടക്കുന്നുണ്ട്, ഈ മീൻ പിടക്കുന്നത് പോലെ. ഇവിടൊക്കെ അഹങ്കാരം സമ്മതിച്ചു കൊടുക്കണം. പ്രോപ്പറായിട്ടുള്ള മാർക്ക് വരാതെ നീ അല്ലേ നിന്റെ കൂടെ ഒരുത്തനും ഇവിടുന്ന് പോകത്തില്ല. അതിപ്പോ ആരൊക്കെ ഇവിടെ വന്നെന്ന് പറഞ്ഞാലും കൈയും കാലം ചവിട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ മാറി. കൈയും കാലം എന്താ വാഴപ്പിണ്ടിയാണോ? കൈയും കാലം ചവിട്ടി ഓടിച്ചിടാൻ. ഈ നാറിയുടെ കൈയും കാലം ചവിട്ടി ഓടിക്കാൻ ധൈര്യമുള്ള ആരുമില്ല അവിടെ. അയ്യോ പാവങ്ങളായല്ലോ ഈ ജഡ്ജസ്മാര്. കണ്ടില്ലേ? മനോഹരമായ കളരി കോമ്പറ്റീഷനിൽ വിഷം കലർന്ന മൃഗീയ വാസനയുള്ള സംഘിക്കുട്ടന്മാർ കലർന്നപ്പോൾ മനോഹരമായ കളരി ഇങ്ങനെയായി. കാരണം ഇവർക്ക് എന്ത് വേണം ചെയ്യാം. അങ്ങ് കേന്ദ്രത്തിൽ ഇവന്റെ മുത്തപ്പനല്ലേ ഉള്ളത്. ഇവർക്കൊരു കേസുമില്ല. അതാണ് ഇവിടെയൊക്കെ ധൈര്യം. ഇവർക്ക് കട്ടെടുത്ത ഒരു സീറ്റ് മാത്രമാണ് ഇവിടെയുള്ളത്. അല്ലാതെ ഇവർക്ക് ഇവിടെ ഒരു പിടിപാടുമില്ല. എന്നിട്ടും ഇവരിവിടെ കിടന്ന് തിളക്കുന്നു. ഇതിന് ഒത്താശ ആരാ ചെയ്തു കൊടുക്കുന്നത്? ഭരിക്കുന്ന ഭരണാധിപൻ. ഭരണാധിപന് ഇവന്മാരെ ഒതുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കളഞ്ഞേച്ച് പോണഹേ. സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആയോധന കലയായ കളരി പഠിച്ച ഈ നാറി, ഇത്രയും മൃഗീയ വാസനയുള്ള ഈ നാറി മറ്റുള്ളവരുടെ മേലെ മെക്കിട്ട് കയറാനാണ് ഇവന്റെ ഉദ്ദേശമെങ്കിൽ ഇവനെ പോലെയുള്ളവരെ തളർത്തേണ്ടത് അനിവാര്യമാണ്. നിരപരാധികളുടെ നേരെ തിരിയുന്ന ഇവന്മാരെ പോലെയുള്ളവരുടെ കൈകാലുകൾ ചലിക്കാത്ത വിധത്തിലാക്കി മാറ്റണം. മേലാൽ ഇവനെ പോലെയുള്ള നാറികൾ ഇഴഞ്ഞു ജീവിക്കണം.